നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ദിനം. ആ ദിനത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ ടെക്നോളജിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ നിമിഷം ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ നിമിഷം നമുക്ക് അനുഗ്രഹിച്ചിരുന്ന ദൈവത്തെ നമുക്ക് ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ടെക്നോളജിയുടെ ചില സാധ്യതയെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മുടെ ഇടയിൽ വളരെ ശക്തമായ സാധ്യത ഉറപ്പിച്ച, വളരെ കൃത്യമായ ഗ്രോത്ത് റേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ടെതർ ഓഷ്യൻ, എ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. 2024 മാർച്ച് 20 www.tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ Web20 പ്ലാറ്റ്ഫോമിന്റെ സാങ്കേതിക വിദ്യയിൽ എൻക്രിപ്റ്റ് ചെയ്ത ഒരു ഫോർമേഷൻ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലൂടെ ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ലഭിച്ചപ്പോൾ മാർച്ച് 21 മുതൽ അതിന്റെ ട്രാൻസാക്ഷൻസ് തുടങ്ങിയപ്പോൾ ഇന്ന് 2025 ജനുവരി 29 ആ സിസ്റ്റം എത്തി നിൽക്കുമ്പോൾ 2200% ഗ്രോത്ത് റേറ്റ് സംഭവിച്ചു കഴിഞ്ഞു. ആ സിസ്റ്റത്തിലേക്ക് ഫെബ്രുവരി 3rd വീക്കോടുകൂടി 2025 ഫെബ്രുവരി 3rd വീക്കോടുകൂടി ആഡ് ഓൺ പ്രൊജക്റ്റുകൾ കയറി വരിക പോവുകയാണ്. 2024 മാർച്ചിൽ തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ട കാര്യമാണ് 5 ആഡ് ഓൺ പ്രൊജക്റ്റുകൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി വരുമെന്നുള്ളത്. അതിൽ ആദ്യത്തെ ആഡ് ഓൺ പ്രൊജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കയറി വരാൻ പോകുന്നു. ബ്യൂട്ടിഫൈഡ് അറ്റ്മോസ്ഫിയറിലേക്കാണ് ഇനി സിസ്റ്റത്തിന്റെ ഗ്രോത്ത് മാറാൻ പോകുന്നത്. ഇപ്പോഴും ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞു. വുഡ എന്നൊരു സെഗ്മെന്റ് ലോകത്തേക്ക് ഈ ആശയം സംഭാവന ചെയ്ത് കഴിഞ്ഞു. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്, വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്. ടെതർ ഓഷ്യന്റെ സക്സസ്, വുഡ എന്ന സെഗ്മെന്റ് ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇനി ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വുഡയെ കുറിച്ചായിരിക്കും, വുഡ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചായിരിക്കും, വുഡ സെഗ്മെന്റുകളെ കുറിച്ചായിരിക്കും. 2025 മാർച്ച് ഫെബ്രുവരി 3rd വീക്കിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വുഡ സെഗ്മെന്റിൽ തന്നെ വരുന്ന 2 പ്രൊജക്റ്റുകളാണ്. ആ 2 പ്രൊജക്റ്റുകളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ സിസ്റ്റത്തിൽ വരാൻ പോകുന്നത്. അപ്പോ നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടെതർ ഓഷ്യൻ എന്ന സിസ്റ്റത്തിൽ കൂടാതെ തന്നെ 2 ആക്ടിവിറ്റി കൂടെയും അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകും. അത് സിസ്റ്റത്തിൽ എത്രമാത്രം ഇമ്പാക്റ്റുകൾ സൃഷ്ടിക്കും, ഇന്നത്തെ ചർച്ചാ വിഷയം അതാണ്. അതിനു മുമ്പ് എന്താണ് ടെതർ ഓഷ്യൻ എന്ന് അറിയില്ലാത്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് വാക്കുകൾ. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ടെതർ ഓഷ്യൻ. എല്ലാ ആക്ടിവിറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൺട്രോൾഡ്. എല്ലാ ആക്ടിവിറ്റിയും 100% ബ്ലോക്ക് ചെയിനിൽ അധിഷ്ഠിതമാണ്. ഇതിന് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാലറ്റിനെ എൻക്രിപ്റ്റഡ് മോഡിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയറിൽ എഴുതപ്പെട്ട പ്രോഗ്രാം അല്ലാതെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റിയും പോസിബിൾ അല്ല. ഇവിടെ നടക്കുന്നത് ബൈയും സെല്ലുമാണ്. അതിന് ആനുപാതികമായി സപ്ലൈ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ടെതർ ഓഷ്യൻ എന്ന സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കും 2024 മാർച്ച് 20 മുതൽ ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷനെയും മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത്രയും ട്രാൻസ്പെറൻസി സിസ്റ്റത്തിൽ വച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ബൈ സെൽ പ്രോസസ്സുകൾ റിയൽ ടൈം ആണ്. സാധാരണ ഏത് പ്ലാറ്റ്ഫോമിലും ബൈ പ്രോസസ് റിയൽ ടൈം ആയിരിക്കും, പക്ഷെ സെൽ പ്രോസസ് ഒരിക്കലും റിയൽ ടൈം ആയിട്ട് സംഭവിക്കാറില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിൽ സെൽ പ്രോസസ്സിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ട രൂപത്തിലാണ് പല സിസ്റ്റങ്ങളും ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. കാരണം അവർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാത്ത ഒരു കാര്യം ടെതർ ഓഷ്യൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാത്തത് കൃത്യമായ ലിക്വിഡിറ്റിയാണ്.
പക്ഷെ ടെതർ ഓഷൻ കൃത്യമായി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ ടൈം ബൈ സെൽ പ്രോസസ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. BP20 പ്ലാറ്റ്ഫോമിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BP20 USDT ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വാങ്ങൽ പ്രക്രിയ ചെയ്യേണ്ടത്. നമ്മൾ വിൽക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് BP20 USDT തന്നെ തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഈ പ്ലാറ്റ്ഫോം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന അഫിലിയേറ്റ് പേ ഔട്ട് സിസ്റ്റവും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതും റിയൽ ടൈം ആണ്. ഒരു തരത്തിലുള്ള സർവീസ് ചാർജ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന പേയ്മെന്റുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഏകദേശം 43% എമൗണ്ട് അഫിലിയേറ്റ് പേ ഔട്ടിന് വേണ്ടി മാത്രം സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതായത് കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് അർത്ഥം. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ 20 USDT ഉണ്ടെങ്കിൽ സാധിക്കും. ഇനി ഫെബ്രുവരി 3rd വീക്കിൽ പുതിയ ആശയങ്ങൾ വരുമ്പോഴും അതേ 20 USDT തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അതിനുശേഷം 21, 22, 25, 30, 100, 200, 300, 400, 1000 USDT വരുന്ന ഏത് സിംഗിൾ എമൗണ്ടും ഒരു സിംഗിൾ ബൈ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 35% വരുന്ന കോയിൻസ് ഹോൾഡിംഗിലേക്ക് കിട്ടും. ആ 35% വില വരുന്ന യൂണിറ്റുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം. എന്നാൽ ഹോൾഡ് ചെയ്താൽ സിസ്റ്റത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് സിസ്റ്റത്തിൽ നമ്മൾ വാങ്ങിയതിനു ശേഷം നടക്കുന്ന ഓരോ ബൈ ട്രാൻസാക്ഷൻസിലും നമ്മുടെ യൂണിറ്റിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. ഓരോ സെൽ ട്രാൻസാക്ഷൻസിലും നമ്മുടെ യൂണിറ്റിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഗുഡ എന്ന സെഗ്മെന്റ് ലോകത്ത് tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ അവതരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസമായിട്ട് അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും ലാഭമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രക്രിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കാരണം ഇതുവരെ നമ്മൾ കണ്ട ഒരു ബൈ പ്രോസസ് അല്ല ഈ സിസ്റ്റത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടുത്തെ ബൈ പ്രോസസ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഉപയോഗിച്ച ഒരാൾ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ആ എമൗണ്ടിന്റെ 52% സിസ്റ്റത്തിന്റെ BP20 ബ്ലോക്ക് ചെയിനിലുള്ള ബാക്കപ്പ് വാലറ്റിലേക്ക് സിസ്റ്റം ലോഡ് ചെയ്ത് വെക്കുന്നു. അതായത് $1000 കൊണ്ട് ഒരാൾ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ $520 സിസ്റ്റം ബാക്കപ്പിലേക്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നു. ബാക്കി വരുന്ന $480, അതായത് 48% സംഖ്യ, അതിൽ 5% ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കി 43% മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ്. അതാണ് അഫിലിയേറ്റ് പേ ഔട്ട് ആയിട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത്. സോ ഒരു വാങ്ങൽ പ്രക്രിയയിൽ ഇവിടെ 52% ലിക്വിഡിറ്റിയിലേക്ക് വയ്ക്കുന്നു. പകരം 35% വിലയുള്ള യൂണിറ്റ്സ് അദ്ദേഹത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇവിടുത്തെ ബൈ പ്രോസസ്. സാധാരണ ബൈ പ്രോസസ് എന്താ? ആരെങ്കിലും വിൽക്കാൻ ഇടുന്നതും നമ്മൾ വാങ്ങുന്നു അല്ലെ? പക്ഷെ ഇവിടുത്തെ ബൈ പ്രോസസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തെ നമുക്കൊരു ബാങ്കിങ് സിസ്റ്റവുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു ബാങ്കിൽ നമ്മൾ FD ഇടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ബാങ്കിൽ ചെല്ലുന്നു, പണം നിക്ഷേപിക്കുന്നു, നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നു. ഇവിടെയും നമ്മൾ പണം കൊടുക്കുന്നു, നമുക്ക് യൂണിറ്റ്സ് തരുന്നു. ആ യൂണിറ്റ്സിന് 35% വിലയുണ്ട്. ആ യൂണിറ്റ്സ് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്കും അത് ഓരോ സെക്കൻഡിലും നടക്കുന്ന ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് വില കയറി നമ്മൾ ഏത് സമയത്താണോ സെല് ചെയ്യുന്നത് ആ സമയത്ത് ഉള്ള വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും. അപ്പോ ഇവിടുത്തെ വാങ്ങൽ പ്രക്രിയ വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു. ഇതുപോലെ വിൽക്കുന്ന പ്രക്രിയ അതും വ്യത്യസ്തമാണ്. സാധാരണ വിൽക്കുന്ന പ്രക്രിയയിൽ ആരെങ്കിലും വാങ്ങിയിട്ടാണ് പോവുക. പക്ഷേ ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ എവറി സോൾഡ് യൂണിറ്റ്സ് അത് 100% ബേൺ ചെയ്യപ്പെടുന്നു, സിസ്റ്റത്തിൽ നിന്ന് ഇല്ലാണ്ടായി പോകുന്നു. ഒപ്പം എത്ര എമൗണ്ട് ആണോ കൊടുക്കേണ്ടത് അതിന്റെ 90% ലിക്വിഡിറ്റിയിൽ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. സോ കൃത്യമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ യൂണിറ്റുകളും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു മൊമെന്റിൽ സെല്ല് ചെയ്താൽ അതിനാവശ്യമായ പണം ലിക്വിഡിറ്റിയിൽ കൃത്യമായിട്ടുണ്ട്. അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. എന്നാൽ ഈ സിസ്റ്റം 2 കണ്ടീഷൻസ് വച്ചിട്ടുണ്ട്. ഒന്ന് കോയിൻ സെല്ല് ലിമിറ്റിന്റെ കാര്യത്തിലാണ്. നമ്മൾ ഈ കോയിൻസ് ഒരുപാട് കിട്ടി, ആ കോയിന്റെ മൂല്യം വളരെയധികം കൂടിപ്പോയി. എന്നാൽ വിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര പാക്കേജ് ആണോ എത്ര എമൗണ്ട് ആണോ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചത് അതിന്റെ ഇരട്ടി വിലക്കുള്ളത് മാത്രമേ വിൽക്കാൻ സാധിക്കൂ. അപ്പൊ $100 കൊണ്ട് വാങ്ങിയ ഒരാൾക്ക് $200 വിൽക്കാം. $1000 വാങ്ങിയ ഒരാൾക്ക് $2000 വിൽക്കാം. എന്നാൽ പല പ്രാവശ്യമായിട്ട് ഒരാൾ $500 വാങ്ങി എങ്കിൽ $1000 വിൽക്കാം. വാങ്ങിയത് എത്ര പ്രാവശ്യം കൊണ്ടാണെന്നല്ല, എത്ര എമൗണ്ട് കൊണ്ട് ടോട്ടൽ വാങ്ങിയിട്ടുണ്ട് അതിന്റെ ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. അപ്പൊ അതിൽ കൂടുതൽ ഉണ്ടെങ്കിലോ വീണ്ടും വാങ്ങിയാൽ മതി.
സോ ഇൻക്രീസ് യുവർ ലിമിറ്റ് ബൈ ബൈയിങ് ന്യൂ കോയിൻസ്. പുതിയ കോയിനുകൾ വാങ്ങാൻ തയ്യാറാണെങ്കിൽ അത് നമ്മുടെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഒരു ലിമിറ്റാണ് കോയിൻ സെല്ലിംഗ് ഉള്ളത്. രണ്ടാമത്തെ ലിമിറ്റ് ഇൻറ്റീം ഇൻകം ലിമിറ്റിലാണ്. അഫിലിയേറ്റ് പേ ഔട്ട് 43% കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ആ 43% ലിമിറ്റ് നമ്മുടെ ബൈയിങ് എമൗണ്ട് എത്രയാണോ അതിന്റെ 3 മടങ്ങാണ്. ഇപ്പൊ $100 കൊണ്ട് ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാക്സിമം $300 വരെയും അദ്ദേഹത്തിന് വിഡ്രോ ചെയ്തെടുക്കാം. അതിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടിയാൽ വീണ്ടും വിഡ്രോ ചെയ്തെടുക്കാം. സോ ഗെറ്റ് റിപ്പീറ്റഡ് കമ്മീഷൻ വെൻ യുവർ ടീം മെമ്പേഴ്സ് റീഇൻവെസ്റ്റ് ടു ഇൻക്രീസ് ദെയർ ലിമിറ്റ്. അവർ അവരുടെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ സ്പോൺസർ ചെയ്ത ആളുകൾ അവരുടെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കമ്മീഷൻ കിട്ടുന്ന സാഹചര്യവും ഈ സിസ്റ്റത്തിലുണ്ട്. സോ സംതിങ് വ്യത്യസ്തമായിട്ടാണ് കഴിഞ്ഞ 10 മാസം ടെതറോഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 29/1/2025 8:52 എടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇന്നത്തെ ബൈ പ്രൈസ് 0.231028 ആയിരുന്നു. 2024 മാർച്ച് 21 ഈ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ $100 കൊണ്ട് നടക്കുമ്പോൾ 0.01 ആയിരുന്നു ബൈ പ്രൈസ്. അന്ന് സെൽ പ്രൈസ് 0 ആയിരുന്നു. പക്ഷെ ഇന്ന് സെൽ പ്രൈസ് 0.23102 എന്ന പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ചിന്തിക്കേണ്ട മാറ്റർ, എങ്ങനെയാണ് ഈ ബൈ പ്രൈസും ഇങ്ങനെ സെൽ പ്രൈസും വന്നത്? ഇത് റഗ് പുൾ ആണോ? സിസ്റ്റം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന രൂപമാണോ? അല്ല, കൃത്യമായ കാൽക്കുലേഷൻ അതിലുണ്ട്. ആ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്: എത്ര യൂണിറ്റ്സ് കൈവശമുണ്ടോ, എത്ര ലിക്വിഡിറ്റി കൈവശമുണ്ടോ, ആ ലിക്വിഡിറ്റിനെ യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ബൈ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഈ യൂണിറ്റുകൾ അത്രയും ഇപ്പോൾ സെല്ല് ചെയ്താൽ ആ സെല്ലിംഗ് എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഫൈനൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അതിൽ കൂടുതൽ പണം എപ്പോഴും സ്മാർട്ട് കോൺട്രാക്റ്റഡ് ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. സിസ്റ്റം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ കസ്റ്റമർ 0.01 എന്ന പ്രൈസിൽ മിന്റ് ചെയ്തെടുത്തപ്പോ വാങ്ങിയപ്പോ $100 കൊണ്ടാണ് വാങ്ങിയത്. $35 വിലയുള്ള യൂണിറ്റ്സ് ആണ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അതിന്റെ കാൽക്കുലേഷൻ 35 ഡിവൈഡഡ് ബൈ അന്നത്തെ 0.01 എന്ന് പറയുന്ന ബൈ പ്രൈസ്. അപ്പൊ 35 ഭാഗം 0.01 എന്ന് വെച്ചാൽ ഒരു കാൽക്കുലേറ്ററിൽ നമുക്ക് കാൽക്കുലേറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. 3500 ആണ്. ആ 3500 യൂണിറ്റ്സ് ഇപ്പൊ 10 മാസം പിന്നിട്ട് ഇന്ന് വിൽക്കാൻ ശ്രമിച്ചാൽ 0.23102 എന്ന ഇന്നത്തെ സെല്ലിംഗ് പ്രൈസിൽ വിൽക്കാം. $808.57 USDT അദ്ദേഹത്തിന് ഇന്ന് വിഡ്രോ ചെയ്തെടുക്കാം. പക്ഷെ അവിടെ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്താണ്? അദ്ദേഹം വാങ്ങിയത് $100 ആയതുകൊണ്ട് ഇതിൽ $200 വിൽക്കാം. ബാക്കി 608 അത് വിൽക്കണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. സോ ആ പ്രോസസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. $808 വാല്യൂ ഉള്ള അദ്ദേഹത്തിന്റെ 3500 യൂണിറ്റ്സ് അദ്ദേഹത്തിന് $200 യൂണിറ്റ്സ് വിൽക്കാം. വിൽക്കുമ്പോൾ തന്നെ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടും. $180 ഇൻസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടും. കാരണം എന്താ? വിൽക്കുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണോ കൊടുക്കേണ്ടത് അതിന്റെ 90% കൊടുക്കൂ. അപ്പൊ $200 90% $180 ആണ്. അത് അദ്ദേഹത്തിന്റെ വാലറ്റിൽ കിട്ടി. ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. 3500 നിന്ന് അതിനുള്ള യൂണിറ്റ് അവിടെ കുറഞ്ഞു. കണ്ടോ? വീണ്ടും ബാക്കി 608 വിൽക്കാൻ അദ്ദേഹം കയ്യിലുള്ള 180 നിന്ന് ഒരു $100 ഉപയോഗിക്കുന്നു ഇമാജിൻ ചെയ്തി. ആ $100 ഉപയോഗിച്ചപ്പോ വീണ്ടും 35% വിലയുള്ള യൂണിറ്റ്സ് വീണ്ടും കിട്ടി. അപ്പൊ യൂണിറ്റിന്റെ എണ്ണം കൂടി. ടോട്ടൽ വാല്യൂ 608 എന്നുള്ളത് 35 കൂടി 643 ആയി മാറി. ഇമ്മീഡിയറ്റ് ആയിട്ട് $200 സെല്ല് ലിമിറ്റ് അദ്ദേഹത്തിന് കിട്ടി. ആ കിട്ടിയ സെല്ല് ലിമിറ്റിൽ അദ്ദേഹം സെല്ല് ചെയ്തു. ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ വില കൂടിയിട്ടുണ്ട് കേട്ടോ. $200 സെല്ല് ചെയ്തപ്പോൾ വീണ്ടും വില കൂടി. സോ ഒരാൾ അയാളുടെ ലാഭം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടുകയാണ്. അദ്ദേഹത്തിന്റെ ലിമിറ്റ് കൂടാൻ ശ്രമിക്കുമ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റി വില കൂടുകയാണ്. അദ്ദേഹത്തിന്റെ സ്പോൺസർക്ക് വീണ്ടും വീണ്ടും കമ്മീഷൻ കിട്ടുകയാണ്. സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആയിട്ടാണ് ഇതുവരെ മൂവ് ചെയ്തിരിക്കുന്നത്. ഈ ആശയത്തിന്റെ പവർ മനസ്സിലാക്കി നാളുകൾ ഇതിന്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരം സൂം പ്രോഗ്രാമിലേക്ക് കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സജീവമായി രംഗത്തേക്ക് കടന്നു വരാൻ പലരും താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. പലരുമായിട്ട് സംസാരിക്കുമ്പോൾ 10 മാസം വളരെ മനോഹരമായി പോകുന്നുണ്ടല്ലേ, 2200% ഗ്രോത്ത് ഒക്കെ ആയില്ലേ, ഞാൻ അറിയാം, നമുക്കൊന്ന് ഇരിക്കാം, നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. കാരണം ഈ സിസ്റ്റം കൈ നിറയെ പണം കൊടുക്കുന്ന ഒരു ആക്റ്റീവ് ഇൻകം സോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 43% വരുന്ന അഫിലിയേറ്റ് പേ ഔട്ടിൽ 23% 10 ലെവലിലേക്ക് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇൻസ്റ്റന്റ് ആണ്, ഒരു സർവീസ് ചാർജും ഇല്ലാതെ വിഡ്രോ ചെയ്തെടുക്കാവുന്നതുമാണ്. എത്ര പ്രാവശ്യം വേണ്ട ഒരു ദിവസം വിഡ്രോ ചെയ്യാം. $1 ഉണ്ടെങ്കിൽ $1 വിഡ്രോ ചെയ്യാം.
ഇത് മാർക്കറ്റിലുള്ള പല പ്രൊജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുത്തുകയാണ്. എങ്ങനെ ഇത് പോസിബിൾ ആണ്? ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ തുടക്കത്തിൽ വന്നാൽ 2-3 മാസം കഴിയുമ്പോൾ പിന്നെ അപ്ഡേഷനിലായിരിക്കും. പെട്ടെന്ന് വിഡ്രോ ചെയ്യാവുന്ന സിസ്റ്റങ്ങളൊക്കെ ഒരു 3 മാസം കഴിഞ്ഞ അപ്ഡേഷനിലായിരിക്കും. പിന്നെ ഒരിക്കൽ പോലും വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സ് അത്ര സിമ്പിൾ ആയിരിക്കില്ല. പലതരം ക്രൈറ്റീരിയ ഇംപ്ലിമെന്റ് ചെയ്യും. ബ്ലോക്ക് ചെയിൻ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയും, സിസ്റ്റം അപ്ഗ്രേഡേഷനിലാണെന്ന് പറയും, പല പ്രോഗ്രാമിലേക്ക് മാറും, തന്നിരിക്കുന്ന പേയ്മെന്റ് സിസ്റ്റം മാറ്റി വേറെ പേയ്മെന്റ് സിസ്റ്റം കൊണ്ടുവരും. കാരണം ലിക്വിഡിറ്റി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്വഭാവം അത്തരം സിസ്റ്റത്തിന് ഇല്ല. പക്ഷേ മുഡ എന്ന സെഗ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പവർ, ലോകത്തിന് ഏത് മുഡ സെഗ്മെന്റിലുള്ള പ്രൊജക്ട് വന്നാലും അവർ കൃത്യമായി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റങ്ങളായിരിക്കും. സോ അതിൽ ടെതർ ഓഷന് കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് അവതരിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. 10 ലെവലിലേക്ക് 23% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പാറ്റേൺ ലെവൽ 1-ൽ 10%, ലെവൽ 2-ൽ 3%, ലെവൽ 3, 4, 5-ൽ 2% വീതം, 6, 7, 8-ൽ 1% വീതം, 9, 10-ൽ 0.5% വീതം. ഇതിൽ 3, 4, 5 ലെവൽ ഇൻകം കിട്ടാൻ $50 ID നമുക്ക് മിനിമം ഉണ്ടാകണം. 5 ഡയറക്ട് റഫറൽ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടാകണം. $250 ബിസിനസ് വോളിയവും ഉണ്ടാകണം. വളരെ സിമ്പിൾ കണ്ടീഷൻ ആണ്. പക്ഷെ പലരും അത് വലിയ കണ്ടീഷനായിട്ട് ഫീൽ ചെയ്യുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ഫെബ്രുവരി 3rd വീക്കിൽ പുതിയ ആഡ് ഓൺ പ്രൊജക്ട് കയറി വരുമ്പോൾ ഈ ക്രൈറ്റീരിയ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്യുന്ന പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിലേക്ക് വരികയാണ്. 6, 7, 8 ലെവലിൽ $100 പാക്കേജിലേക്ക് നമ്മൾ എത്തണം. 5 ഡയറക്ട് റഫറൽ സ്പോൺസർ ചെയ്യണം. $500 ഡയറക്ട് ബിസിനസ് വോളിയം എടുക്കണം. എങ്കിൽ മാത്രമാണ് 6, 7, 8 ലെവലിൽ നമുക്ക് ഇൻകം കിട്ടും. 9, 10-ലും സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് റാങ്ക് ബോണസ് കംപ്ലീറ്റ് ചെയ്യാൻ $5000 ടോട്ടൽ ടീം ടേൺ ഓവർ ഉണ്ടാകണം. ടോട്ടൽ ടീം ടേൺ ഓവർ $5000 എത്തണം. സോ ഇതെല്ലാം സംഭവിക്കാൻ ഇനി വരാൻ പോകുന്ന സമയത്ത് വലിയ മാറ്റങ്ങളാണ് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നത്. സോ നിലവിലുള്ള ടെതർ ഓഷൻ സിസ്റ്റം 100% ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു സിസ്റ്റമാണ്. അതിന്റെ കൃത്യമായ രൂപം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു തരത്തിലും ഒരു വീഴ്ച ആ കാൽക്കുലേഷനിൽ വരാനില്ല. എപ്പോഴും ഗ്രോത്ത് മാത്രമേ ഈ സിസ്റ്റത്തിന് സംഭവിക്കാനുള്ളൂ. ആ ഗ്രോത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി വരാൻ പോകുന്ന 2 പ്രൊജക്ടുകൾ വരാൻ പോകുന്നത്. അതിനുവേണ്ടി ഏതൊരാളുടെയും പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് $100 ID മിനിമം ഉണ്ടാകണം, 5 ഡയറക്ട് റഫറൽ സ്പോൺസർ ചെയ്യണം, $500 ഡയറക്ട് ബിസിനസ് വോളിയം ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് എല്ലാവരുടെയും പ്രൈമറി ഗോൾ. ഇതൊരു യൂണിലെവൽ പ്ലാൻ ആണ്. 5 പേരെയാണ് ഈ സിസ്റ്റം ആവശ്യപ്പെടുന്നുള്ളൂ. നമുക്ക് എത്ര പേരുള്ള സ്പോൺസർ ചെയ്യാം. പക്ഷെ 2 ലൈൻ ഫോക്കസ് ചെയ്താൽ നമുക്ക് സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് പോലുള്ള റാങ്കിലേക്ക് എത്താൻ എളുപ്പമാണ്. 2 ലൈൻ ഫോക്കസ് ചെയ്താൽ മതി. സോ ഈ സിസ്റ്റത്തിൽ ലോഞ്ചിങ്ങിന് ശേഷം, അതായത് ടെതർ ഓഷൻ വിർച്വൽ അസറ്റിന്റെയും മാർക്കറ്റ് പ്ലേസിന്റെയും ലോഞ്ചിങ്ങിന് ശേഷം ഈ സിസ്റ്റത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാൽക്കുലേഷൻസിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ടെതർ ഓഷന്റെ ലിക്വിഡിറ്റി, അതായത് BP20 ബ്ലോക്ക് ചെയിനിലുള്ള സിസ്റ്റം ബാക്കപ്പിലുള്ള വാലറ്റ്, ആ വാലറ്റിലുള്ള എമൗണ്ട് $64,000 ആണ് ഇപ്പൊ കാണുന്നത്. ഈ ഡോളർ $65,000 ആയിട്ട് കൂടണമെങ്കിൽ ഇപ്പൊ ടെതർ ഓഷനിൽ പുതിയ ബൈ പ്രോസസ് നടക്കണം. പുതിയ ബൈ പ്രോസസ് നടക്കുമ്പോൾ 52% സംഖ്യ ആ ലിക്വിഡിറ്റിയിൽ ചേർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ എൻട്രിയിലൂടെയും 52% കയറുമ്പോൾ ലിക്വിഡിറ്റി കയറും. അതിന് ആനുപാതികമായി 35% വരെയുള്ള യൂണിറ്റ്സും കയറും. അപ്പൊ ഏകദേശം 2,70,75,000 യൂണിറ്റ്സ് ഇപ്പൊ കയ്യിലുണ്ട്. ആ 2,70,75,000 എന്നുള്ളത് 2,80,000, 90,000 മാറിക്കൊണ്ടിരിക്കും. സോ ലിക്വിഡിറ്റി കയറുന്നതിനനുസരിച്ച് കോയിന്റെ എണ്ണം കയറുന്ന രൂപമാണ് ഇപ്പോൾ ടെതർ ഓഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസത്തെ 2200% ഗ്രോത്ത് റേറ്റ് ഉണ്ടാക്കിയ പെർഫോമൻസിന്റെ അടിസ്ഥാന കാരണവും അത് തന്നെയാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്, 1 ടെതർ ഓഷൻ വിർച്വൽ അസറ്റ് എന്നൊരു പ്ലാറ്റ്ഫോമാണ്, 2 ഗുഡ മാർക്കറ്റ് പ്ലേസ് ആണ്. ടെതർ ഓഷൻ വിർച്വൽ അസറ്റിൽ എത്ര ടേൺ ഓവർ നടക്കുന്നുണ്ടോ അതിന്റെ 20% ടെതർ ഓഷന്റെ നിലവിലുള്ള ബാക്കപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ലിക്വിഡിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് കോയിന്റെ എണ്ണം കൂടുന്നില്ല. അപ്പൊ 2,70,75,000 കോയിൻ നിൽക്കുന്ന സമയത്ത് ടെതർ ഓഷന്റെ വിർച്വൽ അസറ്റിൽ നടക്കുന്ന ടേൺ ഓവറിന്റെ 20% ഫണ്ട് കയറുമ്പോൾ ലിക്വിഡിറ്റി കയറുന്നുണ്ട്, പക്ഷെ കോയിന്റെ എണ്ണം കൂടുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? കോയിന്റെ പ്രൈസ് ജമ്പ് ചെയ്ത് കയറുന്ന രൂപത്തിലേക്ക് സിസ്റ്റം മാറാൻ പോവുകയാണ്. ഇപ്പൊ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇനി ജമ്പ് ചെയ്ത് പ്രൈസ് കയറുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം മാറും. 52% ഫണ്ട് കയറുന്നതിന് പകരം വെറും 20% ഫണ്ട് കയറിയാൽ മതി. കാരണം പകരം കോയിൻ ക്രിയേഷൻ നടക്കുന്നില്ല. അതിന്റെ കാരണം അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ ബൈയും സെല്ലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും സർവീസ് ചാർജ് കൊടുക്കും.
ബൈ നടക്കുന്ന സമയത്ത് 1% സർവീസ് ചാർജ് ഉണ്ട്, സെല്ല് നടക്കുന്ന സമയത്ത് 3% സർവീസ് ചാർജ് ഉണ്ട്. ഈ കിട്ടിയ എമൗണ്ട് എത്രയാണോ അതിന്റെ 20 മുതൽ 25% അത് ടെതറോഷിന്റെ ബാക്കപ്പിലേക്കാണ് കയറുക. സോ ലിക്വിഡിറ്റി കൂടാൻ 3 കാരണങ്ങളാണ് ലോഞ്ചിങ്ങിന് ശേഷം ടെതറോഷൻ വിർച്വൽ അസറ്റ് പ്ലാറ്റ്ഫോമും മാർക്കറ്റ് പ്ലേസും ലോഞ്ചിങ്ങിന് ശേഷം ഈ സിസ്റ്റത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സോ എങ്കിൽ നിങ്ങളുടെ ഇമ്പാക്ട് എന്തായിരിക്കും? നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഇത് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കും? ഫെബ്രുവരി 3rd വീക്കിന് ശേഷം വാട്ട്സ് യുവർ ഇമ്പാക്ട് ഇൻ യുവർ നെറ്റ്വർക്ക് ആഫ്റ്റർ ഫെബ്രുവരി 3rd വീക്ക്? എത്ര പേർ അതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ 20 USDTയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളായിരിക്കാം, ജസ്റ്റ് ഒരു രജിസ്ട്രേഷന് വേണ്ടി മാത്രം. കാരണം ടെതറോഷിൽ എൻട്രി ഇല്ലാത്ത ഒരാൾക്കും മാർക്കറ്റ് പ്ലേസിൽ പോകാൻ സാധിക്കില്ല. ടെതറോഷിൽ എൻട്രി ഇല്ലാത്ത ഒരാൾക്കും ടെതറോഷൻ വിർച്വൽ അസറ്റ്സ് സ്വന്തമാക്കാൻ സാധിക്കില്ല. സോ $20 എൻട്രി മിനിമം നമ്മൾ ചെയ്തേ പറ്റൂ. സോ ഒരാൾ $20 എൻട്രി എടുക്കുന്നു. $20 എന്ന് പറയുന്നത് വലിയൊരു ചെറിയ സംഖ്യയാണ് അല്ലേ? വലിയൊരു ഏതൊരു പ്ലാറ്റ്ഫോമിൽ പോയാലും ആ $20 എൻട്രി എടുക്കുക എന്നുള്ളത് ഒരു വലിയ സംഖ്യ അല്ല. ഏതൊരു സാധാരണക്കാരനും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണ്. എന്നിട്ട് $20 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഈ എക്സാമ്പിളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ 100% കൊണ്ടുവരും. $20 എൻട്രി നിങ്ങൾ എടുക്കുന്നു, $20 5 പേരെ സ്പോൺസർ ചെയ്യുന്നു. സോ അവരെ ഞാൻ പേരിടുകയാണ് ABCDE. എന്നിട്ട് നിങ്ങൾ ഉൾപ്പെടെ എയും ബിയും സിയും ഡിയും ഇയും ഉൾപ്പെടെയുള്ള ഈ 6 പേർ മൊത്തം $1000 ഉപയോഗിച്ച് മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോ എല്ലാവരും ഒരു 1000 USDT എടുത്ത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് യൂണിറ്റ്സ് വാങ്ങുന്നു. വാങ്ങുന്ന സമയത്ത് 1% സർവീസ് ചാർജ് കൊടുക്കണം. എത്രയാ? $10. എന്നിട്ട് ഒരു $1126 എത്തിയപ്പോ നിങ്ങൾ വിൽക്കുന്നു. അപ്പൊ $126 അവിടെ പ്രോഫിറ്റ് വരുന്നുണ്ട്. 1126-ന് 3%, അതായത് 33.78 USDT നിങ്ങൾ പ്രോഫിറ്റ് ആയിട്ട് അവിടെ സിസ്റ്റത്തിന് സർവീസ് ചാർജ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോ 1126, 1000 നമ്മുടെ ക്യാപിറ്റലാണ്, $126 പ്രോഫിറ്റ് എടുത്തു. പക്ഷെ അതിൽ നിന്ന് $10 വാങ്ങിയപ്പോ സർവീസ് ചാർജ് കൊടുത്തു, വിറ്റപ്പോ $33.78 സർവീസ് ചാർജ് കൊടുത്തു. ബാലൻസ് 82.22 USDT നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ ആ ഒരു കച്ചവടം നടത്തിയപ്പോൾ. പക്ഷെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? സംഭവിച്ച കാര്യം $43.78 നിങ്ങൾ സർവീസ് ചാർജ് ആയിട്ട് സിസ്റ്റത്തിന് കൊടുത്തു. അത് നിങ്ങളുടെ പാക്കേജിന്റെ വാല്യൂ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യും. അതായത് $20 പാക്കേജിൽ നിൽക്കുന്ന നിങ്ങൾ ആ ഒരു ട്രാൻസാക്ഷൻ കഴിയുമ്പോഴത്തേക്കും $63.78 ട്രാൻസാക്ഷൻ ഉള്ള ആളായിട്ട് മാറും. വാല്യൂ 63.8 ആയി. സോ 3, 4, 5 ലെവൽ ലിങ്കം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് $50 മിനിമം പാക്കേജ് വേണമെന്ന കാര്യം അവിടെ സംഭവിച്ചു. നിങ്ങൾ എന്താ ചെയ്തേ? $1000 ഉപയോഗിച്ച് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങി, ഒരു $126 പ്രോഫിറ്റ് എത്തിയപ്പോൾ വിറ്റു. അങ്ങനെ $82 പ്രോഫിറ്റ് എടുത്തു. പക്ഷെ നിങ്ങളുടെ ID വാല്യൂ ഓട്ടോമാറ്റിക്കലി 63.78 ആയി മാറി. സെയിം നിങ്ങൾ സ്പോൺസർ ചെയ്ത 5 പേർക്കും ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ടീം ടേൺ ഓവർ എത്രയും മാറി? 63.78 ആണ് ഓരോരുത്തരുടെയും ID വാല്യൂ ആയിട്ട് ആ സമയത്ത് മാറാൻ പറ്റുന്നത്. സോ 63.78 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 318.9 ആയി മാറി. സോ ടീം ടേൺ ഓവർ $318 എത്തി. അതിനർത്ഥം ആദ്യത്തെ 5 ലെവൽ ഇൻകം കിട്ടാനുള്ള എലിജിബിലിറ്റി അവിടെ ഉറപ്പായി എന്നർത്ഥം. എന്തെങ്കിലും ചെയ്തോ? വേറെ ഫർദർ നെറ്റ്വർക്ക് ചെയ്തോ? ഒന്നും ചെയ്തില്ല. വരുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള 6 പേർ $82.22 പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ട്രേഡ് ചെയ്തു. നിങ്ങൾ 5 ലെവലിന്റെ എലിജിബിലിറ്റി നേടിക്കഴിഞ്ഞു. സെയിം ട്രേഡ് രണ്ടാമതൊരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണ്. വാട്ട്സ് യുവർ ഇമ്പാക്ട് ഇൻ A to E and U? സെക്കൻഡ് ട്രേഡ് വീണ്ടും $1000 വാങ്ങുന്നു, $1126 വിൽക്കുന്നു. എങ്കിൽ നിങ്ങളുടെ ID വാല്യൂ $107.56 വർദ്ധിക്കും. $107.56 വർദ്ധിക്കും. എന്തുകൊണ്ടാ? $63.78 ഉണ്ടായിരുന്നതിന്റെ കൂടെ വീണ്ടും ആ ട്രേഡ് നടത്തിയപ്പോ 43.
$7-8 സർവീസ് ചാർജ് കൊടുത്തു. അതുകൊണ്ട് തന്നെ വീണ്ടും ആ വാല്യൂ നിങ്ങളുടെ ID അക്കൗണ്ടിൽ ആഡ് ചെയ്യപ്പെടുമ്പോൾ $107.56 ആയിട്ട് നിങ്ങളുടെ ID വാല്യൂ വർദ്ധിച്ചു. നിങ്ങളുടെ ടീം ബിസിനസ്സിൽ ആ 5 പേർക്കും മൊത്തം $537.8 എത്തി. സോ 10 ലെവൽ ഇൻകത്തിലുള്ള എലിജിബിലിറ്റി നിങ്ങൾ നേടിക്കഴിഞ്ഞു. എന്താ ചെയ്തേ? 2 ട്രേഡ് ചെയ്തു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾ 10 ലെവലില് ഇൻകത്തിലുള്ള എലിജിബിലിറ്റി നേടിക്കഴിഞ്ഞു. 2 ട്രേഡിൽ അത് സംഭവിച്ചു എങ്കിൽ 10 ട്രേഡ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും. എത്ര? സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും. അവിടെ ചോദ്യമുള്ളത്, സാർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇത് സംഭവിക്കാൻ എത്ര നാളെടുക്കും? ഈ $82 പ്രോഫിറ്റ് ഇട്ട് $1000 മുടക്കിയിട്ട് $82 പ്രോഫിറ്റ് ഇട്ട് എത്ര സമയം എടുക്കും? നമുക്കൊരു പോസിബിലിറ്റിയെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇത് എത്ര സമയം എടുക്കുമെന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ സിസ്റ്റം ഓപ്പൺ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ അറിയണം. പക്ഷെ ഒരു പോസിബിലിറ്റി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാലോ. ഇപ്പൊ നമ്മൾ കണ്ടു 0.230916 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ആ പ്രൈസ് ആണെങ്കിൽ ചെതറോഷന്റെ മാർക്കറ്റ് പ്ലേസിലുള്ള പ്രൈസ് 1.154 ആയിരിക്കും. കാരണം ചെതറോഷന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 മടങ്ങായിട്ടാണ് മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ് വരിക. അപ്പൊ 1.154 ഇന്ന് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആക്കി എന്ന് വിചാരിക്കുക. എന്നിട്ട് $1000 കൊണ്ട് ഇന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടെതറോഷൻ വിർച്വൽ അസറ്റ് എന്ന് പറയുന്നത് 866.5511 യൂണിറ്റ്സ് ആയിരിക്കും. 866.5511 യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇവിടെ 35% എന്ന കണക്കില്ല, 100% യൂണിറ്റ്സ് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ ഏത് വിലക്കാണോ വാങ്ങുന്നത് അതനുസരിച്ച് വില നിർണ്ണയിക്കപ്പെടുന്നത് ടെതറോഷന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 മടങ്ങായിട്ടാണ്. സോ $1000 വാങ്ങിയപ്പോ 1000 ഭാഗം 1.154 എന്ന് കണക്ക് കൂട്ടിയാൽ 866.5511 ടെതറോഷൻ വിർച്വൽ അസറ്റ് യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ടെതറോഷൻ പ്രൈസ് 0.26 എത്തിയാൽ, ഇപ്പൊ 0.23 എന്നുള്ളത് 0.26 എത്തിയാൽ മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ് 1.3 ആയിട്ട് മാറും. എങ്കിൽ ഈ 866.5511 യൂണിറ്റ്സ് 1.3 എന്ന പ്രൈസിൽ നിങ്ങൾ സെല്ല് ചെയ്താൽ 1126.51 USDT നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എത്തും. കണ്ടോ? $126 പ്രോഫിറ്റ് ഇട്ട് എത്ര സമയം വേണം? 0.23 എന്ന ലെവല് 0.24, 25, 26 3 ചേഞ്ച് വന്നാൽ മതി. ഈ 3 ചേഞ്ച് വരാൻ എത്ര സമയം എടുക്കും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ $63,000 ആണ് സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റി നമ്മൾ കാണുന്നത്. അതിന് കൂടെ ഒരു $4,000 ആഡ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. ടെതറോഷൻ ലിക്വിഡിറ്റി കൂടാൻ 3 മാർഗങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ടെതറോഷൻ വിർച്വൽ അസറ്റിന്റെ ടേൺ ഓവറിന്റെ 20% കയറും. സോ വിർച്വൽ അസറ്റിൽ മാത്രം $20,000 ടേൺ ഓവർ നടന്നാൽ അതിന്റെ 20% $4,000 ആണ്. ആ $4,000 ലിക്വിഡിറ്റിയിലേക്ക് കയറുമ്പോൾ $67,000 ആയിട്ട് ടെതറോഷന്റെ ലിക്വിഡിറ്റി വർദ്ധിക്കും. കോയിന്റെ എണ്ണത്തിൽ യാതൊരു മാറ്റവും അവിടെ വരാത്തത് കൊണ്ട് 2,75,000 കോയിനും കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ 0.2436 പ്രൈസ് അപ്ഗ്രേഡ് ആവും. അപ്പോ നിലവിലെ ലിക്വിഡിറ്റി വെറും $4,000 കയറിയാൽ 0.24 എത്തും. അപ്പൊ വീണ്ടും ഒരു $4,000 കയറിയാലോ 0.25 എത്തും. വീണ്ടും ഒരു $4,000 കയറിയാലോ 0.26 എത്തും. സോ ഇതൊരു 3 ദിവസത്തെ പ്രോസസ് ആണെന്ന് വിചാരിക്കാം. ഒരു 3 ദിവസത്തെ പ്രോസസ്സാണ്. 3 ദിവസം കൊണ്ടാണ് ഈ $12,000 കയറിയത്. എങ്കിൽ 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ $126 പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അതിലെടുക്കുന്ന ടൈം പീരീഡ് നമ്മുടെ പെർഫോമൻസ് പോലെ ഇരിക്കും, ടീമിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. പക്ഷെ ആവശ്യക്കാർ വളരെയധികം കൂടാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ ടെതറോഷൻ വിർച്വൽ അസറ്റ്സിലും മാർക്കറ്റ് പ്ലേസിലും സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും PDF ഫയൽ വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ ചിന്തിക്കേണ്ട മാറ്റർ, 3 ദിവസത്തിൽ $82 പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു 10 ട്രേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മാസത്തിന്റെ കണക്ക് പറയാൻ കാരണം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളെ കണക്ക് കൂട്ടിയിട്ടാണ് ട്രേഡർ പൂൾ ഇൻകവും അതുപോലെ തന്നെ പ്രോ ട്രേഡർ പൂൾ ഇൻകവും സിസ്റ്റം കൗണ്ട് ചെയ്യുന്നത്. സോ ഒരു മാസത്തെ ട്രേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാസം 10 ട്രേഡ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ $82 വീതം $820 നമ്മൾ സമ്പാദിക്കും. എങ്ങനെ? ട്രേഡ് ചെയ്തുള്ള പ്രോഫിറ്റ് $820 സമ്പാദിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. എങ്കിൽ ആ 10 ട്രേഡിലൂടെ നമ്മളും 5 പേരും ആ ട്രേഡ് ചെയ്യുമ്പോൾ
ഈ 5 പേര് $802 സമ്പാദിച്ചപ്പോ നമ്മുടെ ടീം ടേൺ ഓവർ $5000 എത്തിയിട്ടുണ്ടാകും. കാരണം അത്രമാത്രം സർവീസ് ചാർജ് അവർ കൊടുത്തിട്ടുണ്ടാകും. ആ സർവീസ് ചാർജിന്റെ 10% സിസ്റ്റം പൂളിംഗത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്, പ്രോ ട്രേഡർ പൂളിംഗത്തിലേക്ക്. 10% ട്രേഡർ പൂളിലേക്ക് മാറ്റി വെച്ചിരുന്ന ട്രേഡർ പൂളിലും പ്രോ ട്രേഡർ പൂളിലും വലിയൊരു ഇൻകത്തിനുള്ള സോഴ്സ് അവിടെയുണ്ട്. ആക്റ്റീവായി ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടിയെടുക്കാനുള്ള വളരെ തന്ത്രപരമായ ചില കാര്യങ്ങൾ ഫെഡറോഷന്റെ വിർച്വൽ അസറ്റിലും മാർക്കറ്റ് പ്ലേസിലും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ വളരെ സിമ്പിളായി സിൽവർ, ഗോൾഡ്, എംബറാൾഡ്, ഡയമണ്ട് പോലുള്ള റാങ്കിലേക്ക് എത്താൻ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആ ടീമിന്റെ ബിസിനസ് വോളിയത്തിലൂടെ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ, റാങ്ക് മാറുക എന്ന പ്രോസസ്സ് മാത്രമല്ല, കമ്മീഷൻ അത് കൂടുകയാണ്. കൂടുതൽ ആൾക്കാരെ 2, 3, 4 മാസം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ട്രാക്ക്, നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ചേഞ്ചസ്, അത് കൂടുതൽ ആൾക്കാരെ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഈ സിസ്റ്റം ഇനി വരാൻ പോകുന്ന സമയത്ത് നിങ്ങളിലേക്ക് തരാൻ പോകുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പുതിയ ടെക്നോളജിയുടെ കൈകോർക്കൽ അത് നമ്മൾ നടത്തി കഴിഞ്ഞു. നടത്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് $20 എൻട്രി വെച്ച് പെട്ടെന്ന് കയറിക്കോ. കാരണം $20 എൻട്രി എങ്കിലും ഉണ്ടെങ്കിലേ മാർക്കറ്റ് പ്ലേസ് വരുമ്പോൾ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. സിമ്പിളാണ് ആശയം. ആശയത്തിന്റെ സിംപ്ലിസിറ്റി USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരികയാണ്. ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അവസരം നമുക്ക് ഒരുക്കി തരികയാണ്. ചെതറോഷി മുന്നോട്ട് വയ്ക്കുന്ന ആശയം വുഡ എന്ന സെഗ്മെന്റ് തീർച്ചയായും ലോകം ചർച്ച ചെയ്യപ്പെടപ്പെടുന്ന ഒരു ആശയമായിട്ട് മാറാൻ പോവുകയാണ്. ആ മാർക്കറ്റ് പ്ലേസിന്റെ പ്രത്യേകത എന്താ? അതും വുഡ ടെക്നോളജി തന്നെയാണ്. ഒരിക്കലും വില കുറയുന്നില്ല. കാരണം ചെതറോഷിന്റെ പ്രൈസ് എത്രയാണോ അതിന് 5 മടങ്ങായിട്ടാണ് മാർക്കറ്റ് പ്ലേസിൽ പ്രൈസ് വരുള്ളൂ. ചെതറോഷനിൽ ഒരിക്കലും പ്രൈസ് കുറയുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ മാർക്കറ്റ് പ്ലേസിന് പ്രൈസ് കുറയുകയില്ല. ഞാൻ ഇന്നലെ ചർച്ച ചെയ്തപ്പോ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചത്രേ, എന്നോട് നേരിട്ട് സൂചിപ്പിച്ചില്ല, എന്റെ പരിചയത്തിലുള്ള വേറെ സുഹൃത്തിനോട് സൂചിപ്പിച്ചു. അത് അവർ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യല്ലേ. സത്യത്തിൽ അവർ തന്നെ വാങ്ങുകയും വിൽക്കാന്ന് വെച്ചാൽ ആരാത്? ഇതിന്റെ ഡെവലപ്പേഴ്സ് മാത്രമോ? അല്ലല്ലോ. നമ്മളെ പോലുള്ള ആളുകൾ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ, അവരാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സോ ബിറ്റ്കോയിനിൽ എന്താ സംഭവിക്കുന്നത്? ബിറ്റ്കോയിന്റെ തുടക്കത്തിൽ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അവർ തന്നെ വാങ്ങൽ വിൽക്കൽ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ആ കമ്മ്യൂണിറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലരും ബിറ്റ്കോയിൻ വാങ്ങിയ സമയം എത്രയാണ്? 2009 വാങ്ങിയിട്ടുണ്ടോ? 2010 വാങ്ങിയോ? 2011 വാങ്ങിയോ? 2013 വാങ്ങിയോ? 2016 കാലഘട്ടങ്ങളിലാണ് ഞാൻ ബിറ്റ്കോയിനെ കുറിച്ച് കേൾക്കുന്നത്. ഇതുപോലെ ഓരോരുത്തരും എന്ന് കേട്ടു അന്ന് തന്നെ വാങ്ങിയിട്ടില്ല. പിന്നെ വാങ്ങിയതിനു പക്ഷേ 2017 2018 ഈ വാങ്ങുന്ന പ്രോസസ്സിലേക്ക് ഓരോരുത്തരും വരുമ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. സോ ഈ കമ്മ്യൂണിറ്റി എക്സ്പാൻഷൻ ആണ് ബിറ്റ്കോയിന്റെ സക്സസിന്റെ റീസൺ. 2011 കാലഘട്ടത്തിൽ ബിറ്റ്കോയിനെ കുറിച്ച് എടുത്ത് പരിശോധിക്കുമ്പോൾ വെറും $19,000, $20,000, $30,000, $34,000 ആ റേഞ്ചിൽ മാത്രമേ ടേൺ ഓവർ പെർ ഡേ ബിറ്റ്കോയിനുള്ളൂ. പക്ഷെ ഇന്ന് 2025 ജനുവരി 29 പരിശോധിച്ചാൽ $34 ബില്യൺ, $40 ബില്യൺ, $38 ബില്യൺ, $25 ബില്യൺ. സോ ബില്യൺ ഡോളറിലേക്ക് ട്രാൻസാക്ഷൻ മാറി. അത്ര വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് സിസ്റ്റം പോയി. സോ ബിറ്റ്കോയിൻ ആര് ഫോളോ ചെയ്യുന്നുണ്ടോ ആ കമ്മ്യൂണിറ്റിയാണ് എപ്പോഴും വാങ്ങലും വിൽക്കലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ വുഡ സെഗ്മെന്റ് സംതിങ് ഡിഫറെന്റ് ആണ്. ഈ കമ്മ്യൂണിറ്റി ആവേശത്തോടുകൂടി ട്രേഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റത്തിലുണ്ട്. എന്താണ് നമുക്ക് ആവേശം ഉണ്ടാക്കി തരിക? നമ്മുടെ വരുമാനം തന്നെയാണ്. സോ വളരെ ഈസി ആയിട്ട് റാങ്കുകൾ ക്വാളിഫൈ ചെയ്ത് വളരെ ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആശയത്തിലേക്ക് ഈ ഫെബ്രുവരി 3rd വീക്കോട് കൂടി നമ്മൾ മാറാൻ പോവുകയാണ്. ആ മാറ്റത്തിൽ വേറൊരു കാര്യം കൂടി സംഭവിക്കാനുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ ടെതറോഷൻ പ്രൈസ് 0.22 നിന്ന് 0.23 എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് 3 ആഴ്ചയോ 4 ആഴ്ചയോ ആണെങ്കിൽ 0.23 നിന്ന് 0.24 പോകാൻ കേവലം 3 ദിവസത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത് അല്ലേ? ചിലപ്പോൾ മണിക്കൂറുകൾ മതിയാകും, ചിലപ്പോൾ മിനിറ്റുകൾ മതിയാകും. അത്ര സ്പീഡിൽ ജമ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റിയിലേക്കാണ് സിസ്റ്റം പോകുന്നത്. കാരണം ലിക്വിഡിറ്റി കയറാൻ 3 വഴികൾ, 3 പൈപ്പ് ലൈനുകൾ സിസ്റ്റം തയ്യാറാക്കിക്കൊണ്ടാണ് ഫെബ്രുവരി 3rd വീക്ക് നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം പണമാണ്. പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ എല്ലാവരും തേടുന്നത്. അത് ഈ ഒരു സിസ്റ്റത്തിൽ മാത്രമല്ല, ലോകത്തെ ഏത് സെഗ്മെന്റ് എടുത്ത് പരിശോധിച്ചാലും എല്ലാ സെഗ്മെന്റിലും ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാം എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ ഒരുപാട് വലുതാണ്, ആഗ്രഹങ്ങൾ ഒരുപാട് വലുതാണ്. ഫാമിലിയിൽ നിന്ന് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്ന ചിന്ത കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഫാമിലിയുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കണം, എനിക്ക് സമ്പാദിക്കണം, എനിക്ക് നേട്ടങ്ങൾ സമ്പാദിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ വളരെ കൂടുതലാണ്.
വരുമാന മാർഗം മാത്രമാണ് ആളുകളുടെ മുമ്പിൽ അധികമായിട്ട് ഇല്ലാത്തതേ ഉള്ളൂ. സോ ഗോൾഡൻ ചാൻസ് ഫെബ്രുവരി 3rd വീക്കിൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് വരാൻ പോകുന്ന ഒരു ഗോൾഡൻ ചാൻസ്. ആ ചാൻസിനെ യൂസ് ചെയ്യാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? തീർച്ചയായും സാധിക്കുന്ന ആൾക്കാർ ഈ മീറ്റിംഗ് ഹാളിലുണ്ട്, എനിക്കറിയാം. സാധിക്കാൻ തയ്യാറുള്ളവർ ഇന്ന് തന്നെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാകുക. കാത്തിരുന്ന് 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 കൈവിട്ടു പോയ ആശയങ്ങളാണ് ബിറ്റ്കോയിനും മറ്റും. കാത്തിരുന്ന് 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 കൈവിട്ടു പോയ ആശയങ്ങൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പണമുള്ള സമയത്ത് ബിറ്റ്കോയിന് വലിയ ട്രെൻഡ് ഒന്നും ഉണ്ടാവാറില്ല. കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ ബിറ്റ്കോയിൻ ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കും, കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങി വെക്കാമായിരുന്നു. ഒരിക്കലും നടക്കാത്ത ഒരു പ്രതീക്ഷയായിട്ട് ബിറ്റ്കോയിൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ അതൊരു ക്രിപ്റ്റോ കറൻസി എന്ന സെഗ്മെന്റിലെ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇന്ന് ലോകം മുഴുവൻ ക്രിപ്റ്റോയെ കുറിച്ച് സംസാരിക്കുന്ന കാലഘട്ടമാണല്ലോ. പല പ്രൊജക്ട് വരുമ്പോഴും, ഒരുപക്ഷെ ടെതറോഷ് എന്ന പ്രൊജക്ട് വന്നപ്പോഴും ഇതൊരു ക്രിപ്റ്റോ പ്രൊജക്ട് അല്ലേ എന്ന് ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ ഇത് ക്രിപ്റ്റോ പ്രൊജക്ട് അല്ല. ആകെ ക്രിപ്റ്റോ കറൻസി എന്ന സബ്ജക്റ്റും വുഡ എന്ന പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ബന്ധം രണ്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടിലും വാങ്ങലും വിൽക്കലും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടിലും ഡിജിറ്റൽ യൂണിറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ വ്യത്യസ്തമായ ഒരു ബൈ പ്രോസസ്സിലൂടെ, വ്യത്യസ്തമായ സെൽ പ്രോസസ്സിലൂടെ വില കയറുക മാത്രം സയൻസ്, വില കയറുക മാത്രം ചെയ്യുന്ന ഒരു സയൻസ് അത് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയിൽ ഇല്ല. അത് വുഡ എന്ന സെഗ്മെന്റിൽ മാത്രമേ ഉള്ളൂ. ആ വുഡ സെഗ്മെന്റിൽ അതേ വുഡ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുന്നു. സോ സുഹൃത്തുക്കളെ, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് USDTയുടെ വലിയൊരു കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടി എത്ര ഹോംവർക്ക് നിങ്ങൾ ചെയ്തോളൂ, നഷ്ടം വരില്ല. എത്രമാത്രം പഠിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ, നഷ്ടം വരില്ല. പഠിക്കാതെ, ഹോംവർക്ക് ചെയ്യാതെ വരട്ടെ എന്ന ആലോചനയിലാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഗ്രോത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളപ്പോ ചിന്തിക്കും, ഞാനൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവരെ നമ്മുടെ ടീമിൽ കൊണ്ടുവരാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ ഒരുപക്ഷെ വന്നേക്കാം. സോ ട്രെൻഡുകൾ മനസ്സിലാക്കി കളിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്കിനി ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകാം. ആർക്കെങ്കിലും ഈ ആശയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ചോദിക്കണമെങ്കിൽ ഇതുവരെ അനൗൺസ് ചെയ്യപ്പെട്ട കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം, അല്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത്. കാരണം PDF ഫയൽ വന്നാൽ മാത്രമാണ് അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. മാർക്കറ്റിംഗ് പ്ലാൻ ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മാർക്കറ്റിംഗ് പ്ലാൻ നിലവിലുള്ള ജീനോളജി തന്നെയാണെന്നറിയാം, സെയിം 10 ലെവലിലേക്കാണെന്ന് അറിയാം. അതിന്റെ പെർസെന്റേജോ മറ്റു കാര്യങ്ങളോ, അത് എത്രയാണ് റവന്യൂ ഷെയറിംഗിലേക്ക് വരുന്നത്, അങ്ങനെയുള്ള ഡിസ്ക്ലോഷൻസ് എല്ലാം PDF ഫയൽ വന്നാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ ഈ സിസ്റ്റത്തിന്റെ പവറിനെ കുറിച്ച് വ്യക്തമായ ധാരണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രസന്റേഷനിൽ ആ ഒരു സംഗതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. സോ നിങ്ങൾക്ക് ഈ ആശയം കണ്ടപ്പോ എന്ത് തോന്നി, എന്ത് ഫീൽ ചെയ്തു? നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാം. ഒൻപത് 44 ഇപ്പോഴത്തെ സമയം. സമയം കളയാതെ എല്ലാവരും റെഡി ആയിട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാം. സമയം വിലപ്പെട്ടതാണ്. എസ് അനിൽകുമാർ മൈക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചോളൂ. സാർ, ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. നമ്മള് ഇത് മാർക്കറ്റിൽ വരുമ്പോഴേ പിന്നെ ഈ മറ്റേ കോയിൻ മാർക്കറ്റിലേക്കാണല്ലോ ഇറങ്ങുന്നത്. അപ്പോ അതിനുശേഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഈ ടോക്കൺ നമ്മൾ കണ്ടിന്യൂ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? ടെതറോഷനിലെ ടോക്കൺ ഹോൾഡ് ചെയ്താൽ മെച്ചം തന്നെയുണ്ട്. മാർക്കറ്റ് പ്ലേസിലെ ടോക്കൺ ഇപ്പൊ പ്രീ സെയിൽസിൽ പങ്കെടുത്തവർക്ക് 2x ലിമിറ്റും ഓപ്പൺ ചെയ്തതിനു ശേഷം 1.3x ആയിരിക്കും ലിമിറ്റ്. അതെ, ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ? ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? കാരണം പ്രൈസ് കയറുന്ന ഒരു സയൻസ് മാത്രമായതുകൊണ്ട് വാങ്ങുന്ന എല്ലാവരും ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് ചിലപ്പോൾ സിസ്റ്റം പോയേക്കാം. ഇപ്പൊ ബിറ്റ്കോയിനിൽ തന്നെ വാങ്ങുന്ന എല്ലാവരും വാങ്ങി വെച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. ബിറ്റ്കോയിനിൽ ഒരു അനക്കവും പിന്നെ ഉണ്ടാവില്ല. വാങ്ങാനും വിൽക്കാനും ആളുകൾ ഉള്ളതുകൊണ്ടാണ് ബിറ്റ്കോയിനിൽ അനക്കം ഉള്ളത്. ശരിയല്ലേ? എന്തുകൊണ്ടായിരിക്കും വിൽക്കാൻ അവിടെ കാരണം? ആൾക്കാർ ഒരു വില എത്തിക്കഴിയുമ്പോൾ
വീണ്ടും വില താഴെ പോകുന്നുള്ള ഭയമുണ്ടല്ലേ? അതെ അതെ. വുഡ് ആൻഡ് ടെക്നോളജി ആയതുകൊണ്ട് ഇതിന്റെ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിയ സാധനം ഒരിക്കലും വില കുറയില്ല എന്ന ധൈര്യമുണ്ട് അല്ലെ? അതെ, അത് ഷുവറാണ്. അപ്പൊ ആ ധൈര്യത്തിൽ ആൾക്കാർ നീ വെയിറ്റ് ചെയ്താൽ ഒരിക്കലും വിൽക്കാൻ പിന്നെ ആളില്ലാത്ത അവസ്ഥ വരില്ലേ? അതെ അതെ അതെ. അപ്പൊ വാങ്ങാൻ ആളുകൾ വന്ന ആൾക്ക് യൂണിറ്റ് കൊടുക്കാൻ പറ്റൂ? ഇല്ല ഇല്ല. അപ്പൊ 1.3 എപ്പോഴും എക്സിറ്റ് ആകുന്ന പ്രോസസ് സിസ്റ്റത്തിൽ വന്നേ പറ്റൂ. അതെ അതെ അതെ. ഓക്കെ, പക്ഷെ നമുക്ക് ലാഭം തന്നെയാണ്. കാരണം നമ്മൾ അതല്ല, ഇതില് ട്രേഡിംഗ് നടക്കുന്ന ഒരു അവസ്ഥ വരില്ലേ സാറേ? ട്രേഡിംഗ് നടക്കുന്നുണ്ടല്ലോ മാർക്കറ്റിലേക്ക് വരുമ്പോ, അപ്പോ റേറ്റ് കൂടൂലേ? റേറ്റ് ഉറപ്പായിട്ടും കൂടുമല്ലോ. കാരണം ബയേഴ്സിന്റെ എണ്ണം കൂടുകയോ സെല്ലേഴ്സിന്റെ എണ്ണം കൂടുകയോ അല്ല ഇവിടുത്തെ വിഷയം. ടെതറോഷ്യൻ വിർച്വൽ അസറ്റ് വഴി അത്ര എമൗണ്ടിന്റെ വാങ്ങുന്നുണ്ടോ അതിന് 20% ലിക്വിഡിറ്റിയിൽ കയറും, അതിനനുസരിച്ച് വില കൂടും. മാർക്കറ്റ് പ്ലേസിൽ എത്ര വാങ്ങൽ എത്ര വിൽക്കൽ നടക്കുന്നു അതനുസരിച്ച് സർവീസ് ചാർജ് കയറും. സർവീസ് ചാർജിന്റെ 20 to 20% ലിക്വിഡിറ്റി കയറും. ടെതറോഷ്യൻ എൻട്രി ഇല്ലാതെ ടെതറോഷ്യൻ വിർച്വൽ അസറ്റിലേക്കോ മാർക്കറ്റ് പ്ലേസിലേക്കോ പോകാൻ പറ്റാത്തത് കൊണ്ട് പുതിയ ആൾക്കാർ ടെതറോഷ്യൻ എൻട്രി എടുക്കും. ഇൻകം ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ ഇൻകം ലിമിറ്റ് കൂട്ടാൻ വേണ്ടി ടെതറോഷ്യനിൽ ടോപ്പ് ചെയ്തേ പറ്റൂ. ആ ടോപ്പിന് വേണ്ടിയും ആൾക്കാർ എന്ത് ചെയ്യും? ബൈ ചെയ്യും. ഇതെല്ലാം ലിക്വിഡിറ്റി കൂട്ടുന്ന പ്രോസസ് ആണല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പ്രൈസ് ഇങ്ങനെ കയറി പോകും. നമുക്ക് എന്താണ് ആവശ്യം? നമ്മൾ വാങ്ങിയ സാധനം പൈസ കയറി വിൽക്കണം, ലാഭം എടുക്കണം, വിൽക്കണം, ലാഭം എടുക്കണം, വിൽക്കണം, ലാഭം എടുക്കണം, വേണ്ടേ? അതെ അതെ. ആ പ്രോസസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, അതല്ല പിന്നെ ഒരു സംശയം, നമ്മൾ ട്രേഡിംഗ് നടക്കുന്നുണ്ടല്ലോ മാർക്കറ്റ് പ്ലേസിലേക്ക് ചെല്ലുമ്പോൾ ട്രേഡിംഗ് നടക്കുന്നില്ലേ? ആ ഒരവസ്ഥയിലും ഇതിന്റെ റേറ്റ് കൂടിക്കൊണ്ടല്ലേ ഇരിക്കുള്ളൂ? വിറ്റാലും ബൈ ചെയ്താലും റേറ്റ് കൂടല്ലേ? റേറ്റേ കൂടെ ഉള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് പ്രീസെയിലിൽ മേടിച്ചത് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ? ആ ഹോൾഡ് ചെയ്താൽ 2x ലിമിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പിന്നെ എത്ര നിങ്ങൾ ഹോൾഡ് ചെയ്താലും റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടാതെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും വിറ്റതിന് ശേഷം ആ ലാഭം എടുത്ത് ബാക്കി എമൗണ്ട് വീണ്ടും വാങ്ങുന്നതല്ലേ ബുദ്ധിപരമായ നീക്കം. അപ്പൊ മാർക്കറ്റ് പ്ലേസിൽ പിന്നെ നമുക്ക് മേടിക്കാം, വീണ്ടും വാങ്ങാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ട്രേഡർ പൂളിംഗവും പ്രോ ട്രേഡർ പൂളിംഗും കിട്ടുമല്ലോ. അഡീഷണൽ വരുമാനമുള്ളത്. ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ പ്രൈസ് കയറി എവിടെ എത്തുന്നു ആ സമയത്ത് വീണ്ടും റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി നമ്മൾ വിൽക്കണം. എന്നാൽ ലിമിറ്റിനെ എത്രക്കാൻ മുമ്പ് തന്നെ വിറ്റ് ഞാൻ മനസ്സിലാക്കുന്ന മാർക്കറ്റ് പ്ലേസിൽ ഒരാൾ പോലും 1.3x ലിമിറ്റിലേക്ക് എത്തൂല. അതിന് മുമ്പേ അവർ സെല് ചെയ്ത് പ്രൊട്രാക്ടഡ് പോയിന്റ് എടുക്കും. കാരണം പ്രൊട്രാക്ടഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം വരുമാനം ഉണ്ടാക്കാനുള്ള സോഴ്സ് അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കണ്ടു, ഒരു 3 ദിവസം കൊണ്ട് $82 പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 10 ട്രേഡ് ചെയ്യാൻ പറ്റുന്നു കണ്ടു അല്ലെ? 10 ട്രേഡ് $1000 ബൈയും $1126 സെല്ലും. $1000 ഒരു ബൈയും $1000 സെല്ലും എന്ന് വെച്ചാൽ ഒരു പ്രൊട്രാക്ടഡ് പോയിന്റാ. അങ്ങനെ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അപ്പൊ 10 എണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോഴോ 10 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അപ്പൊ 20 പോയിന്റ് ആയി. ഒരു പോയിന്റിന് $10 വിലയുണ്ടെങ്കിൽ $200 വരുമാനം. അപ്പൊ ഒരാള് 10 പോയിന്റ് സ്ഥാനത്ത് 20 പോയിന്റും 40 പോയിന്റും നേടുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഒരു 15-ാം തീയതി 16-ാം തീയതി 17-ാം തീയതി ഒക്കെ ആവുമ്പോ ഈ ഫണ്ട് എത്രയാന്ന് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുവേ. ഈ പൂളിംഗത്തിലുള്ള ഫണ്ട് എത്രയാന്ന്, അത് വലിയ വലിയ സംഖ്യയാണെങ്കിൽ ഒരു 6 പേര് $20 വെച്ചിട്ട് 6 പേര് ട്രേഡ് ചെയ്തപ്പോ $5000 ടേൺ ഓവറിലേക്ക് എത്തി നമ്മൾ സിൽവർ റാങ്ക് ആവുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുല്ലേ? അതായത് $5000 അവിടെ 6 പേര് വഴി സർവീസ് ചാർജ് കിട്ടി നടത്തുന്ന സിസ്റ്റത്തിന്. വേറെ 6 പേര് ട്രേഡ് ചെയ്തപ്പോ $5000 സർവീസ് ചാർജ് കിട്ടിയെങ്കിൽ ഒരു 1000 ആൾക്കാർ ട്രേഡ് ചെയ്യുമ്പോൾ സർവീസ് ചാർജ് എത്രയായിരിക്കും? ഒരു 10000 ആൾക്കാർ ട്രേഡ് ചെയ്യുമ്പോൾ സർവീസ് ചാർജ് എത്രയായിരിക്കും? ഇതിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന പൂളിംഗ് എന്ന് പറഞ്ഞ ചെറിയ സബ്ജക്റ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ കാണുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് അല്ല ഇനി കാണാൻ പോകുന്നത്. പണ്ട് ഒരു ഹിന്ദി സിനിമയിലൊക്കെ പറഞ്ഞ പോലെ പിക്ചർ അബിബി ബാക്കി ഹേ ഭായ് എന്നൊക്കെ പറയും പോലെ ഫെബ്രുവരി 3rd വീക്കിൽ നമ്മൾ കാത്തിരിക്കുകയാണ് 3rd വീക്കിന്റെ എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ അനിൽജി, ടോജി ഹാൻഡ് റൈസ് ചെയ്തു. ടോജി എന്ന് സംസാരിച്ചോ, മൈക്ക് ഓപ്പൺ ചെയ്തോ. നമസ്കാരം. എനിക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. അതിപ്പോ നമ്മൾ ഈ മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുമ്പോൾ
വാങ്ങുമ്പോഴും നമ്മൾ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സർവീസ് ചാർജ് എങ്ങനെയാണ് നമ്മുടെ അത് സിസ്റ്റം മെയിൻ്റെനൻസും മറ്റുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് അല്ലേ ഉപയോഗിക്കാറോ? പക്ഷെ നമ്മുടെ അസറ്റിലേക്ക് എങ്ങനെയാണ് അത് ആഡ് ഓൺ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. തീർച്ചയായും പറയാം. അതായത് ടെതറോഷ്യൻ മാർക്കറ്റ് പ്ലേസിന്റെ സർവീസ് ചാർജ് ബൈ നടക്കുന്ന സമയത്ത് 1%, സെല് ചെയ്യുന്ന സമയത്ത് 3%, അല്ലെ? ഓക്കെ. അപ്പോ ഇപ്പൊ ടോജി $1000 വാങ്ങാൻ എത്ര ഡോളർ സർവീസ് ചാർജ് കൊടുക്കും? $10 കൊടുക്കും. വിൽക്കുന്ന $1000 സെല് ചെയ്തെങ്കിൽ $30 സർവീസ് ചാർജ് വിൽക്കുമ്പോഴും കൊടുക്കും, അല്ലെ? ഓക്കെ. അപ്പൊ ഒരു $1000 വാങ്ങി $1000 വിറ്റാൽ $40 സർവീസ് ചാർജ് കൊടുത്ത് ബാക്കി $960 നമുക്ക് ഉണ്ടാവുള്ളൂ. ശരിയാണോ? ശരിയാണ്. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ടോജി എന്തായിരിക്കും ചെയ്യാം? ഈ $40 സർവീസ് ചാർജ് എങ്കിലും കിട്ടാവുന്ന ഒരു പ്രോഫിറ്റ് എത്തുമ്പോഴേ വിൽക്കുള്ളൂ, അല്ലെ? തീർച്ചയായിട്ടും. ബാധിക്കുന്ന രൂപത്തിൽ ഒരിക്കലും വിൽക്കൂലല്ലോ. ഇല്ല. അപ്പൊ വാങ്ങുന്ന ആൾക്കാരും വിൽക്കുന്ന ആൾക്കാരും ഈ സർവീസ് ചാർജ് കൊടുക്കുമ്പോൾ സിസ്റ്റം ചെയ്യുന്നത് ഈ കിട്ടിയ സർവീസ് ചാർജിന്റെ 10% പ്രോ ട്രേഡർ പൂൾ എന്നൊരു പൂളിലേക്ക് മാറ്റിവെക്കും. ഒരു 10% ട്രേഡർ പൂൾ എന്നൊരു പൂളിലേക്ക് മാറ്റിവെക്കും. ബാക്കി എത്ര ശതമാനമുണ്ട്? 80% ഉണ്ട്. ഓക്കെ. 20 മുതൽ 25% ടെതറോഷ്യന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യും. കാരണം എന്താ? ടെതറോഷ്യന്റെ ലിക്വിഡിറ്റി കൂടിയാലാണ് പ്രൈസ് കൂടുള്ളൂ. പ്രൈസ് കൂടിയാലാണ് അതിന് 5 ഇരട്ടിയായിട്ട് മാർക്കറ്റ് പ്ലേസിൽ പ്രൈസ് കൂടുള്ളൂ. ശരിയല്ലേ? ബാക്കി എത്ര ശതമാനമുണ്ട്? 20% കണക്കൂട്ടിയാൽ ബാക്കി 60% ഉണ്ട്. സോ കമ്മീഷൻ കൊടുക്കാനും സിസ്റ്റം മെയിൻ്റെനൻസിനുള്ള ഫണ്ട് അവിടെ ഉണ്ട്. അതിന്റെ കൃത്യമായ ചാർട്ട് PDF ഫയൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അല്ല, അത് വരുമ്പോൾ നമ്മുടെ നമ്മുടെ ഇത് $20 വെച്ച് നമ്മളിപ്പോ ഒരു കണക്ക് പറഞ്ഞല്ലോ, $20 വെച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ അതിന്റെ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ID വാല്യൂ കണക്കാക്കുന്നത്, ഇപ്പൊ നമ്മൾ ID വാല്യൂ കണക്കാക്കുന്നത് കഴിഞ്ഞാൽ $20 ID എടുത്ത ഒരാള് വീണ്ടും റീബൈ ചെയ്ത് ഒരു 20 ചെയ്താൽ $40 വാല്യൂ ആയിട്ട് മാറി, അല്ലേ? അതെ. ഇപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നത്. $100 പാക്കേജ് എടുത്താൽ $120 ആയിട്ട് അപ്ഗ്രേഡ് ആയി. $500 എടുത്താൽ $620 ആയിട്ട് മാറി. അങ്ങനെയാണ് ID ഇപ്പൊ കൂടുന്നുള്ളൂ. ഇനി മാറാൻ പോകുന്നത് ടെതറോഷ്യന്റെ അപ്ഗ്രേഡേഷൻ അനുസരിച്ച് ID കൂടും. ടെതറോഷ്യൻ വിർച്വൽ അസറ്റിൽ എത്ര വാങ്ങുന്നതോ അതും ID വാല്യൂ ആയിട്ട് കണക്കാക്കും. പ്ലസ് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡിലൂടെ എത്ര സർവീസ് ചാർജ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അതും ID വാല്യൂ ആയിട്ട് കണക്കാക്കും. ഓക്കെ. നമ്മൾ കൊടുക്കുന്ന ആ 40% നമ്മുടെ ID വാല്യൂ ആയിട്ട് കണക്കാക്കും. ഓക്കെ. അത് നമ്മുടെ സിൽവർ റാങ്ക് അച്ചീവ്മെന്റിനും കൺസിഡർ ചെയ്യും. ഓക്കെ. ദാറ്റ്സ് ഓൺലി ഫോർ ID വാല്യൂ കാൽക്കുലേഷൻ, അല്ലാണ്ട് നമ്മുടെ അസറ്റ് ആയിട്ട് വരത്തില്ല. അതിന് കോയിൻ വരുന്നില്ല. ID വാല്യൂ ഓക്കെ. ക്ലിയർ. അത് എനിക്ക് ആദ്യം ഒരു സംശയം തോന്നി, അങ്ങനെ വരുമോ, അതാ എങ്ങനെ ശരിയാവുന്നോ. ഓക്കെ. വരില്ല. അതാണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. എല്ലാത്തിനും ഒരേ ജീനിയോളജിയും ഒരേ ID ആണ് സിസ്റ്റം ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ. പക്ഷേ ബിസിനസ് വോളിയം മാതിരി ഒരു സാധാരണ ഒരു കൺസെപ്റ്റിൽ ഒരു ബിസിനസ് വോളിയം കയറുന്ന പോലെ നമ്മുടെ ID വാല്യൂ കൂടുന്നു, ബിസിനസ് വോളിയം ആയിട്ട് മാറും. ഓക്കെ. ഒരിക്കലും മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ $1000 വാങ്ങി $1000 വിറ്റു $2000 ID വാല്യൂ ആയിട്ട് വരുന്നില്ല. അതിൽ നമ്മൾ കൊടുത്ത സർവീസ് ചാർജ് മാത്രമേ സിസ്റ്റത്തിന്റെ റവന്യൂ ഉള്ളൂ. ആ റവന്യൂ നമ്മുടെ ID വാല്യൂ ആയിട്ട് ബിസിനസ് വോളിയം ആയിട്ട് മാറും. ഓക്കെ. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ. താങ്ക് യു ജോർജ്. താങ്ക് യു. നെക്സ്റ്റ്. സത്യത്തിൽ ഓരോ ഹോംവർക്കും എന്നെ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ദിവസം കുറെ ഹോംവർക്ക് ചെയ്തു നോക്കി, പല തരത്തിൽ ഹോംവർക്ക് ചെയ്തു നോക്കി. ഈ സിസ്റ്റം നമുക്ക് തരാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അതിന് ട്രെൻഡിനെ കുറിച്ച് എനിക്ക് ഒരു ഇമാജിനേഷൻ, ഒരു ചിന്തകൾ ഞാൻ കൊടുക്കുമ്പോൾ എത്ര വലിപ്പമാണ് സംഭവിക്കണമെന്ന് അറിയൂ. മാർക്കറ്റിൽ ഇതുവരെയും ധാരാളം പ്രൊജക്റ്റുകൾ വന്നപ്പോൾ ഈ പ്രൊജക്റ്റുകളെല്ലാം നമ്മുടെ പണം വസൂലാക്കുന്ന രൂപത്തിൽ, അതായത് നമ്മുടെ പണം അടിച്ചുകൊണ്ട് പോകുന്ന രൂപത്തിലാണെങ്കിൽ ഇവിടെ നമുക്ക് പണം വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് സിസ്റ്റം മാറുകയാണ്. ഒരേ ഒരു കാര്യം മാത്രമാണ് അവിടെയും വീണ്ടും വേണ്ടത്. കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം എത്തണം. അത് എത്തും. എന്തുകൊണ്ടാണ് എത്തുമെന്ന് ഞാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോ ഡെയിലി ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ,
കമ്മോഡിറ്റി മാർക്കറ്റിലോ ഫോറസ്റ്റ് മാർക്കറ്റിലോ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലോ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അവർ ട്രേഡ് എടുക്കുന്ന സമയത്ത് എത്രയോ കാര്യങ്ങൾ വാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത് അറിയൂ. ക്യാൻഡിൽ നോക്കുന്നുണ്ട്, മാർക്കറ്റ് ട്രെൻഡ് നോക്കുന്നുണ്ട്, ന്യൂസുകൾ വാച്ച് ചെയ്യുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന സമയത്തുള്ള ഓരോരോ മാറ്റങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ട്രേഡ് എടുത്ത് ആ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്ന മൊമെന്റിൽ അയാളുടെ കാൽക്കുലേഷന് വിരുദ്ധമായിട്ടാണ് പിന്നെ മാർക്കറ്റ് പോകുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ കാണാൻ സാധിക്കുക. വലിയ നഷ്ടങ്ങളായിരിക്കും ചിലപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോ ബിജു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബിജു സംസാരിക്കാൻ മൈക്ക് ഓപ്പൺ ചെയ്തോളൂ. സാറേ, ഞാൻ ലേറ്റ് ആയി കയറാൻ വേണ്ടിട്ട് ഒരു ഡൗട്ട് ചോദിക്കുന്നു. അപ്പൊ ഞാനിപ്പോ പ്രീസെയിലിൽ ഒരു $1000 കോയിന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സിസ്റ്റം തന്നെ വിറ്റ് നമ്മുടെ സെയിലാക്കി തരുമോ, അല്ലെ നമ്മൾ വിചാരിച്ച കുറച്ച് ഹൈയിലെത്തിയിട്ട് വേണമെങ്കിൽ വിൽക്കാൻ പറ്റുമോ? എങ്ങനെയാത്? അതെന്തായാലും മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആക്കിയാൽ മാത്രമാണ് അതിന്റെ ഫെസിലിറ്റി എന്തൊക്കെയാണ് കൃത്യമായിട്ട് അറിയുള്ളൂ. പ്രീസെയിൽസ് പങ്കെടുക്കുന്നവർക്ക് ലിമിറ്റ് 2x ആണെന്ന് എനിക്കറിയാം. ലോഞ്ചിങ്ങിന് ശേഷമുള്ളവർക്ക് 1.3x ലിമിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് അറിയാം. അതിന്റെ ഇംപ്ലിമെന്റേഷൻ മോഡ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മോഡില് ഈ ലിമിറ്റിൽ തന്നെ അത് എക്സിക്യൂട്ട് ആകുമോ, അത് വെയിറ്റ് ചെയ്താൽ പിന്നെ റീബൈ ചെയ്തിട്ട് വിൽക്കുന്ന രൂപത്തിലാണോ, എങ്ങനെയാണെന്നുള്ളത് ഇംപ്ലിമെന്റേഷൻ മോഡ് വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ, താങ്ക് യു ബിജു. ഇപ്പോ ശങ്കർ ലൈനിലുണ്ടോ? ശങ്കർ അത്യാവശ്യം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ശങ്കർ ലൈനിലുണ്ടെന്ന് ചോദിച്ചത്. ശങ്കർ ലൈനിലുണ്ടോ? ശങ്കർ യെസ്, ശങ്കർ മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് എടുക്കുമ്പോൾ ശങ്കർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചു ഒന്നൊന്ന് പറയാമോ? ട്രേഡ് എടുക്കുമ്പോഴോ നമ്മൾ മാർക്കറ്റ് ന്യൂസ് നോക്കും. ന്യൂസ് നോക്കിയിട്ട് ആദ്യം ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ മെയിനാ കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ഡോളറിന്റെ ചെറുതാ കൊടുക്കും ആദ്യം, വളരെ ചെറുതായിട്ട്. ഞാനൊക്കെ ട്രേഡ് $1, $0.5, $1 അങ്ങനെ കൊടുത്ത് ട്രേഡ് എടുത്ത് അവരെ പെർസെന്റേജ് എങ്ങനെ അവര് ഉടനെ വലിയ ഒരു $10, $20 ഒക്കെ കൊണ്ടിട്ടേക്ക് മൈനസ് ഒരു 60% ടക്കെന്ന് ആക്കി തരും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ആദ്യം $1 ആദ്യം എടുക്കും. $20 $1 കൊടുക്കുമ്പോ വയസ്സ് ഒരു 60% മൈനസ് ആവാം. പിന്നീട് എടുക്കുമ്പോ എനിക്ക് പ്ലസ് അത് മാറും. അതാണ് എന്റെ എക്സ്പീരിയൻസ്. ഇത് കുറെ കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് പിന്നീടാണ് മനസ്സിലായത്. ആദ്യമൊക്കെ എനിക്ക് അറിയാതെ $10 ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാൻ ആദ്യം കുറച്ച് ലാസായി. എനിക്ക് 2 lakhs അടുപ്പിച്ച് ലാസായി. എത്ര വർഷം? അതെ, അപ്പൊ ടാൻ ഡിസീസ് ബിനാൻസ് ആണ് ആദ്യം ചെയ്തിട്ടിരുന്നത്. ബിനാൻസിൽ എനിക്ക് അത്ര സെറ്റിംഗ് ആയില്ല. അപ്പൊ അതിന് നിരീക്ഷിച്ചപ്പോ അതിനേക്കാളും ബെറ്റർ ആയിട്ട് PI4 എന്നൊരു പ്ലാറ്റ്ഫോം, ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റി മനസ്സിലാക്കി. എത്ര വർഷം എടുത്തു ചോദിച്ചത് പഠിക്കാൻ വേണ്ടിട്ട്? ഒരു 5 years ആச்சு. 5 years 2020 തുടങ്ങിയതാണ്. 5 വർഷം കൊണ്ടാണ് ശങ്കർ എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്തത് അല്ലെ? കുറെ പൈസ നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ടെതറോഷിന്റെ മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചപ്പോ എന്താ മനസ്സിലായേ? ഇത് വ്യത്യസ്തമായിട്ടുള്ള നമ്മളിവിടെ വന്ന് ടെതറോഷിന്റെ പ്രൈസിന്റെ ഒരു 5 times റൈസിംഗിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് നിരീക്ഷണമോ ഒന്നിന്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ബെറ്റർ ആണ്. അപ്പൊ ആളുകൾക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ നമ്മൾ എത്ര ധൈര്യമായിട്ട് എത്ര ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്യാം. അവിടെ അങ്ങനെയല്ല. പ്ലാറ്റ്ഫോമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. അത് ബെറ്റർ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും 100% വിജയിക്കും. എല്ലാവരും ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. ഇത് മറ്റേ റിസ്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ എളുപ്പമാണ്. വെരി ഗുഡ്. താങ്ക് യു ശങ്കർ. താങ്ക് യു. ഓക്കെ. സോ ലൈവ് മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സംസാരിച്ചോളൂ. LIVE ആരാന്ന് എനിക്ക് അറിയത്തില്ല. മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ലൈവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? മൈക്ക് ഓപ്പൺ ചെയ്ത് അറിയാണ്ട് ഓപ്പൺ ചെയ്താണോ? അദ്ദേഹം ക്ലോസ് ചെയ്തു, മൈക്ക് ക്ലോസ് ചെയ്തു. സോ 10 മണിയായി ഇന്നത്തെ സമയം. ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് ഹിന്ദിയിലോ തമിഴിലോ മലയാളത്തിലോ
എനിക്കറിയാവുന്ന ഏതെങ്കിലും ലാംഗ്വേജിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് അതേ ലാംഗ്വേജിൽ തന്നെ എനിക്ക് മറുപടി പറയാൻ പറ്റും. തമിഴില് ഏതാവത് ക്വസ്റ്റൻ இருந்தாൽ കേളുങ്ക, ഞാൻ ആൻസർ பண்ணி തരാം. നെക്സ്റ്റ് തമിഴ് സൂം. ഈ ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സൂം ആയിരിക്കും. ആ സൂം കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. യെസ്, ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളിപ്പോ ടെതറോഷ്യനിൽ ഒരാള് എത്ര $100 ഇൻവെസ്റ്റ് ചെയ്താലും അയാൾക്ക് വെയിറ്റ് ചെയ്യുന്നതോറും എത്ര വേണമെങ്കിലും കൂടുതൽ വരാമല്ലോ. യെസ്, റേറ്റ് കൂടി വരാമല്ലോ. വരാം. ഇതേപോലെ ഇതിലും അങ്ങനെ വരുമോ? 130 കൂടുതലായാലും അത് റേറ്റ് കയറിക്കൊണ്ടിരിക്കുമോ? അത് ഈ മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആയി വന്നതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം എനിക്ക് അറിയില്ല അതിന്റെ അതല്ലെങ്കിൽ സെറ്റിംഗ്സ് 130 എന്താണെന്ന്. കഴിഞ്ഞാൽ പിന്നെ കേറാതെ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതെനിക്ക് അറിയില്ല സർ. ഇപ്പൊ മാർക്കറ്റ് പ്ലേസ് ഫെബ്രുവരി 3rd വീക്കിൽ വരികയേ ഉള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു പോയിന്റ് സംസാരിക്കാൻ പറ്റൂല. എന്നാൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതുവരെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള പോസിബിലിറ്റി ആണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത്. എങ്ങനെയുണ്ട് ആ പോസിബിലിറ്റി? ചെറിയ പോസിബിലിറ്റി ആണോ, വലിയ പോസിബിലിറ്റി ആണോ? അല്ല, അത് നല്ല കാര്യങ്ങളാണ് എല്ലാനും. ഓക്കെ, കാരണം $20 നിന്ന് ട്രേഡ് ചെയ്യുന്നവർക്ക് ഗുണമുണ്ടല്ലോ. ട്രേഡ് ചെയ്യുന്ന ഗുണം മാത്രമല്ലല്ലോ, $20 എന്നൊരു 5 പേരെ $20 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് സിൽവർ ആകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഈസി ആയിട്ട്. അതും ഈ 5 പേരും പൈസ സമ്പാദിക്കുമ്പോ നമ്മൾ സിൽവർ ആകുന്നു. 5 പേരും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ല, അല്ലേ? ഓക്കെ, എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സർ, താങ്ക് യു. So next Tamil Zoom, with all my privilege, കുമാർ ദാസ് സാറിനോട് ഞാൻ പെർമിഷൻ ചോദിക്കുകയാണ്. അടുത്ത സൂം മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. കുമാർ ദാസ് സാർ റെഡി അല്ലേ? പെർമിഷൻ ഗ്രാൻഡഡ്. ഓക്കെ, സോ അടുത്ത സൂം തമിഴില് ശനിയാഴ്ച ദിവസം 8 മണിക്കാണ് നമ്മൾ ഈ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടാകും. സോ എല്ലാ തമിഴ് മക്കളും മാക്സിമം ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക. സോ എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ വലിയൊരു ജീനോളജി എത്തിക്കാൻ സാധിക്കുക, എത്രയും വേഗം നമ്മൾ സിൽവർ റാങ്ക് എങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും, അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് സംശയവും നമുക്ക് തീർക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാം. സോ മലയാളം തമിഴെല്ലാം മിക്സ് ചെയ്ത് അന്നത്തെ പ്രസന്റേഷന് വേണ്ടി കാതോർത്തിരിക്കാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ, ഗുഡ് നൈറ്റ്.